2019 സ്വന്തം ഭൂരിപക്ഷം മറികടന്നാണ് 2.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എറണാകുളത്ത് നിന്ന് ഹൈബി ഈഡന്റെ വിജയം. നേരത്തെ എതിർ സ്ഥാനാർത്ഥി സൂചിപ്പിച്ചത് അവരുടെ പ്രകടനം മോശമായിട്ടില്ല, ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നാണ്. അപ്പോഴാണ് ഈ 2.5 ലക്ഷം വോട്ട് എതിർ സ്ഥാനാർത്ഥിയായ ഹൈബിക്ക് ലഭിച്ചത് എന്നതുകൂടി ഓർക്കണം. LDF സ്ഥാനാർത്ഥി KJ ഷൈൻ നേടിയ ആകെ വോട്ടുകളേക്കാൾ കൂടിയ ഭൂരിപക്ഷത്തോടെ ആയിരുന്നു ഹൈബിയുടെ വിജയം. വാർത്തയുടെ വിശദാംശങ്ങളുമായി നവമി ദിനേശ് ആണ് ചേരുന്നത്. നവമി, നേരത്തെ എതിർ സ്ഥാനാർത്ഥിയുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. അവർ പറയുന്നത് ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നൊന്നും വിലയിരുത്താനാകില്ല, പ്രകടനം മോശമായില്ല എന്നാണ്. പക്ഷേ വോട്ടിൻ്റെ കണക്കുകൾ അങ്ങനെയല്ലല്ലോ. എറണാകുളം എല്ലായ്പ്പോഴും വലതു കോട്ടയാണ്. അവിടെ ഒരു സംശയവും ഉണ്ടായിരുന്നില്ല, ഈസി വോക്ക് ഓവർ ആകും എന്ന് തന്നെ പ്രതീക്ഷിച്ചതാണ്. പക്ഷെ കണക്കുകളാണല്ലോ ഇതിൽ പ്രധാനം. അതായത് എതിർ സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ടുകളേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ നഷ്ടത്തെ എങ്ങനെയാണ് ഇടതുപക്ഷത്തിന് ന്യായീകരിക്കാൻ സാധിക്കുക? UDFന്റെ ആത്മവിശ്വാസം എത്രത്തോളമാണ്? അഭിലാഷ്, ഇടത് സ്ഥാനാർത്ഥിയായ KJ ഷൈൻ എറണാകുളം മണ്ഡലത്തിൽ നേടിയ വോട്ട് 2,31,932 ആണ്. പക്ഷേ ഹൈബി ഈഡന്റെ ഭൂരിപക്ഷം 2,50,385. ഹൈബിക്ക് ലഭിച്ച വോട്ടുകളാകട്ടെ 4,82,317 ആണ്. അപ്പോൾ ഈ കോട്ട, ഈ കോൺഗ്രസിന്റെ ഉറച്ച കോട്ട എന്ന് വിശ്വസിക്കുന്ന മറ്റ് അടിയൊഴുക്കുകളൊന്നും പ്രതീക്ഷിക്കാത്ത ഒരു ലോക്സഭാ മണ്ഡലം കൂടിയാണ് എറണാകുളത്തിന്റേത്. പക്ഷേ KJ ഷൈനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ അത് പാർട്ടിയുടെ തന്നെ വോട്ടുകൾ ചോർന്നു എന്നൊരു പ്രാഥമിക വിലയിരുത്തൽ ഇതിനോടകം തന്നെ പല ഇടങ്ങളിൽ നിന്നും വരുന്നുണ്ട്. ഈ പാർട്ടിയുടെ തന്നെ ഉറച്ച ചില ബൂത്തുകളുണ്ട്, ചില മണ്ഡലങ്ങളുണ്ട്. അവിടെ തന്നെ വലിയ രീതിയിൽ പാർട്ടി സ്ഥാനാർത്ഥിക്ക് പോലും വോട്ട് കിട്ടാത്തൊരു സാധ്യതയിലേക്ക് പോയി. അതും കോൺഗ്രസിന് ആ വോട്ട് മറിഞ്ഞു എന്നുള്ളത് വലിയ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം കൂടിയാണ്. ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് KJ ഷൈൻ പറയുമ്പോൾ കൂടിയും എന്തുകൊണ്ട് എറണാകുളം മണ്ഡലത്തിൽ ഇത്രയേറെ വോട്ട് കുറഞ്ഞു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. കഴിഞ്ഞ P രാജീവിനേക്കാളും കുറഞ്ഞ വോട്ടുകളാണ് ഇത്തവണ KJ ഷൈന് സ്വന്തമാക്കാൻ സാധിച്ചത്. ഇതെന്തായാലും വരും മണിക്കൂറിൽ പാർട്ടിയുടെ തന്നെ ഒരു വിലയിരുത്തൽ ഉണ്ടാകും. അതിൽ നിന്നും നമുക്ക് കൂടുതൽ വ്യക്തമായി തന്നെ അറിയാൻ സാധിക്കും. എന്തായാലും ഭരണവിരുദ്ധ വികാരമായി ഇതിനെ കണക്കാക്കുന്നില്ല. പുതിയൊരു വ്യക്തി എന്നുള്ളൊരു മണ്ഡലത്തിൽ പുതുമുഖം എന്നുള്ളൊരു നിലയ്ക്ക് തനിക്ക് കിട്ടിയ സമയങ്ങളിൽ താൻ നന്നായി പ്രവർത്തിച്ചു. കുറച്ചുകൂടി സമയം തന്നിരുന്നെങ്കിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമായിരുന്നു. അതിപ്പോൾ ഈ എറണാകുളം എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണല്ലോ. പലപ്പോഴും പുതിയ ആളുകൾക്കൊക്കെ അവസരം നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ പണ്ട് ക്രിസ്റ്റി ഫെർണാണ്ടസിനെ പോലെയുള്ള ആളുകളൊക്കെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഒരു മണ്ഡലമാണ്. അന്ന് ആരാണ് ഈ ക്രിസ്റ്റി ഫെർണാണ്ടസ് എന്നൊക്കെ പാർട്ടിക്കാർ തന്നെ അന്വേഷിച്ച് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് നമുക്കറിയാമല്ലോ, അവിടെ നടന്ന, അതിന് തൊട്ടുചേർന്ന് നടന്ന നിയമസഭയിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പ്, അവിടെ ഒരു ഡോക്ടർ ആയിരുന്നു അപ്രതീക്ഷിതമായി സ്ഥാനാർത്ഥിയായി ഉണ്ടായത്. ജോജോ അടക്കമുള്ളവർ സ്ഥാനാർത്ഥിയായി വരുന്നു. അവിടെയും ഈ എതിരാളി ആര് എന്നൊക്കെ പാർട്ടി പ്രവർത്തകർക്ക് മനസ്സിലാകാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇവിടെ ഇപ്പോൾ ഈ KV തോമസിനെ പോലെയുള്ള ആളുകളെയൊക്കെ സ്വന്തം പാളയത്തിലേക്ക് എത്തിക്കുമ്പോൾ CPM-ന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നിരിക്കാം. എറണാകുളം പോലെയുള്ള ഒരു പ്രദേശത്തേക്ക് കൂടുതലൊക്കെ കടന്നു വരിക, ക്രിസ്ത്യൻ വിഭാഗത്തിലേക്ക് കൂടുതൽ ഇടം നേടുക. അപ്പോൾ അത്തരം പരീക്ഷണങ്ങൾ കൂടി പരാജയപ്പെടുന്നു എറണാകുളത്ത് എന്നുകൂടിയാണോ ഈ ഹൈബിയുടെ വിജയത്തിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്? അഭിലാഷ്, സെബാസ്റ്റ്യൻ പോളിനെ പോലെ ഒരു ഇടത് സ്വതന്ത്രനെ നിർത്തി ജയിപ്പിച്ച മണ്ഡലം കൂടിയാണ് ഈ എറണാകുളം. പക്ഷെ അന്നൊക്കെ കോൺഗ്രസിനിടയിലുണ്ടായ ചില പടലപ്പിണക്കങ്ങൾ അല്ലെങ്കിൽ അടിയൊഴുക്കുകൾ പാർട്ടി പ്രവർത്തകർക്കിടയിൽ തന്നെ വലിയ രീതിയിൽ ചേരിതിരിവുണ്ടായി. ആ സമയങ്ങളിൽ മാത്രമാണ് കോൺഗ്രസിന് എതിരായി മണ്ഡലം നിന്നിട്ടുള്ളത്. അല്ലാത്തപ്പോഴെല്ലാം നമുക്കറിയാവുന്നതുപോലെ കൃത്യമായി വോട്ടുകൾ രേഖപ്പെടുത്താൻ കഴിയുന്ന, അല്ലെങ്കിൽ മികച്ച രീതിയിൽ വോട്ട് പിടിക്കാൻ കഴിയുന്ന, പ്രവർത്തകർ ഒപ്പം നിൽക്കുന്ന, ജനങ്ങൾ ഒപ്പം നിൽക്കുന്ന
മണ്ഡലം കൂടിയാണ് എറണാകുളം. അത് ഏറ്റവും പ്രധാനമാണ്. പക്ഷേ ഇത്തവണ ആയിക്കോട്ടെ, കഴിഞ്ഞ തവണ ആയിക്കോട്ടെ, ഹൈബി ഈഡൻ എന്നുള്ളൊരു വ്യക്തിപ്രഭാവം അത് വലിയ രീതിയിൽ തന്നെ എറണാകുളത്തുകാർ അനുഭവിച്ചതാണ്. എറണാകുളത്തെ സംബന്ധിച്ച് ഒരു വ്യാവസായിക മേഖല കൂടിയാണ്, മെട്രോ നഗരമാണ്. അവിടെ ഹൈബി വിളിപ്പുറത്തുണ്ട്. ഓരോ സാധാരണ പ്രവർത്തകർക്ക് പോലും ഏത് സമയം വേണമെങ്കിലും ഹൈബിയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുവാനും ഹൈബിയുടെ അച്ഛൻ അടക്കം കരുതി വെച്ച അല്ലെങ്കിൽ അദ്ദേഹം വളർത്തിയ ഒരു മേഖല തന്നെയാണ് എറണാകുളം. അദ്ദേഹത്തിനിടയിലുള്ള ഈ പ്രവർത്തകർക്കിടയിലുള്ള വലിയ ഒരു തേരോട്ടം അത് തന്നെയാണ് ഹൈബിക്കും ഈ മണ്ഡലത്തിൽ ഈ കഴിഞ്ഞ തവണയും ഇത്തവണയും ഒക്കെ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞത്. അത് തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു ആത്മധൈര്യമായി നിൽക്കുന്നതും. തുടക്കത്തിൽ തന്നെ ഹൈബി ഈഡന് ഈ പോളിംഗ് കഴിഞ്ഞ് പോളിംഗ് ശതമാനത്തിലെ ഒരു ഇടിവ് വന്നപ്പോൾ തന്നെ വലിയ ആശങ്ക ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഭൂരിപക്ഷത്തിൽ തന്റെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ താൻ നേടിയ ഭൂരിപക്ഷം നേടാൻ കഴിയുമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എങ്കിൽ പോലും അതിൽ കൂടി ഏതെങ്കിലും തരത്തിൽ വോട്ടുചോർച്ച ഉണ്ടാകുമോ എന്നുള്ളൊരു തരത്തിലുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഫലം വന്നപ്പോൾ മണിക്കൂറുകൾ കഴിയുന്തോറും ഈ ഭൂരിപക്ഷം കൂടി തന്നെ വന്നു. കഴിഞ്ഞ വർഷം താൻ നേടിയ ഭൂരിപക്ഷത്തിന്റെ ഇരട്ടി തന്നെ ഇത്തവണ നേടാൻ കഴിഞ്ഞതും ഹൈബിക്ക് വലിയൊരു നേട്ടം തന്നെയാണ്. എന്തായാലും ഇടത് കോട്ട എന്ന് നമുക്കിവിടെ പറയാൻ കഴിയില്ല. പല ഈ കോൺഗ്രസിന്റെ തന്നെ ചില പിണക്കങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രവർത്തകർക്കിടയിലുള്ള ഒരു ചേരിതിരിവ് ഉണ്ടാകുമ്പോൾ മാത്രം ഇടതിന് സാധ്യതയുള്ള ഒരു മണ്ഡലം എന്നത് ഒഴിച്ചു നിർത്തിയാൽ ഇത് ഹൈബിയുടെ തന്നെ കോട്ടയാണ്, കോൺഗ്രസിന്റെ തന്നെ കോട്ടയാണ്. ഈ ലത്തീൻ സഭയ്ക്ക് ലത്തീൻ വോട്ടുകൾക്ക് വളരെ പ്രാധാന്യമുള്ളൊരു മണ്ഡലം കൂടിയാണ്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കെ.ജെ. ഷൈനെ ഇവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതും. പക്ഷേ അത് വലിയ രീതിയിൽ LDFന് ഗുണം ചെയ്തില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഒപ്പം വനിതാ വോട്ടർമാരുടെ എണ്ണം കൂടുതലുള്ള ഒരു മണ്ഡലമാണെങ്കിൽ പോലും അതുപോലും കൃത്യമായി കെ.ജെ. ഷൈന് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് തന്നെയാണ് ഇത്രയും വലിയ തിരിച്ചടിക്ക് കാരണമായിരിക്കുന്നതും. എന്തായാലും പാർട്ടി തന്നെയാണ് ഇത് എന്തുകൊണ്ട് പാർട്ടി വോട്ടുകൾ പോലും കിട്ടാതെ മറ്റൊരു UDFലേക്ക് പോയതെന്ന് കണ്ടെത്തേണ്ടതുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട യോഗങ്ങളും വിലയിരുത്തലുകളും തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തീർച്ചയായും ഇത്തരം വിലയിരുത്തലുകൾ ഓരോ മണ്ഡലത്തിലെയും പരാജയം, അതോടൊപ്പം തന്നെ മറുഭാഗത്തിന്റെ വിജയം, ഇതെല്ലാം ഇനിയും സമഗ്രമായി പരിശോധിക്കേണ്ടതാണ്. പക്ഷേ എറണാകുളം മണ്ഡലത്തിൽ ഒരു തലത്തിലും നിലയുറപ്പിക്കാൻ ഇപ്പോൾ സാധിക്കാതെ പോകുന്നു ഇടതുപക്ഷത്തിന് എന്നുള്ളതാണ്. നമുക്ക് ദേശീയ വാർത്തകൾ അല്ലെങ്കിൽ NDA സർക്കാർ രൂപീകരണ നീക്കവുമായി മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് എന്നത് പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം.